ഒരു ഹൈപ്പർ ടെൻഷീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുവാണ്. ഞാൻ എൻ്റെ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, എന്ത് ഭക്ഷണം കഴിക്കണം, മരുന്നൊക്കെ ഞാൻ കഴിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കൂടെ തന്നെ ഹോൾ ഗ്രെയിൻസ് അല്ലേ, പ്രോസസ്ഡ് ഇപ്പം ഗ്രെയിൻസ് നമ്മളിപ്പം അരി പോലും നമ്മൾ വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള അരിയാണ് എടുക്കുന്നത്. അതിന് പകരം നമ്മൾ തവിടുള്ള അരിയോ റെഡ് റൈസോ ബ്രൗൺ റൈസോ അത്തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ മില്ലറ്റ്സും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യുക. പൊടിക്കാത്തതോ പ്രോസസ്സ് ചെയ്യാത്തതോ ആയ ഹോൾ ഗ്രെയിൻസ് യൂസ് ചെയ്യുക. ഇത് കൂടാതെ നമ്മളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുക. പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു വലിയ ഫാക്ട് എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഉപ്പിൻ്റെ അളവ് നോൺ വെജ് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഉപ്പിൻ്റെ അളവിനേക്കാളും വളരെ കുറവാണ്. അപ്പം ഉപ്പിൻ്റെ ഇൻടേക്ക് അതനുസരിച്ച് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കുറയുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് കുറേ അധികം പച്ചക്കറികൾ. പിന്നെ കുറച്ച് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് അല്ലെങ്കിൽ ബനാനാസ് പോലെയുള്ള ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കരിക്ക് പോലെയുള്ള സാധനങ്ങൾ, ടെൻഡർ കോക്കനട്ട്, അതൊക്കെ നമ്മളുടെ ഫുഡിൽ ഇടയ്ക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് കരിക്കും വെള്ളത്തിൽ നമുക്ക് പൊട്ടാഷ്യത്തിൻ്റെ ലെവൽസ് കൂടുതലായിരിക്കും. അപ്പം സോഡിയത്തിൻ്റെ ലെവൽസ് കുറയാൻ അത് സഹായിക്കുകയും BP കുറയാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണത്. ഇത്രയും ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കെ നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ സാധിക്കും.